എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഹോം പേജ് തന്നിട്ടുള്ള അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഈ ഒരു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. സോ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഹലോ ഫ്രണ്ട്സ്, വിഫൈ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. കാറ്റഗറി നമ്പറായിട്ട് വന്നിട്ടുള്ള 466/R2/2025/ KDRB ആണ് ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പറായിട്ട് വന്നിട്ടുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യുക. അവസാന തീയതിയായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് 28/4/2025 ആണ്. അതായത് ഏപ്രിൽ മാസം 28-ാം തീയതി വരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന വൺ ടൈം രജിസ്റ്റർ ചെയ്തിട്ട് വേണം വിദ്യാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കിടക്കാം. കേരള ദേവസ്വം ബോർഡിൽ 38 പോസ്റ്റുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. സോ ഇവിടെ ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഹെൽപ്പർ, ഗാർഡനർ, ലിഫ്റ്റ് ബോയ്, പ്ലംബർ, LD ടൈപ്പിസ്റ്റ്, അസിസ്റ്റന്റ് ലൈൻമാൻ, കൂടാതെ കലാനിലയം സൂപ്രണ്ട്, വർക്ക് സൂപ്രണ്ട്, ആനച്ചമയം സഹായി, കൂടാതെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, സ്വീപ്പർ, ലാബ് അറ്റൻഡർ, ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിങ്ങനെ 38 തസ്തികകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. സോ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സാലറി സ്കെയിലും വന്നിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് കടക്കും മുന്നേ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നിട്ടുള്ള പോസ്റ്റുകളിലൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സോ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. സോ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് പബ്ലിഷ് ചെയ്യുക. കൂടാതെ തന്നിട്ടുള്ള ഈ ഒരു 38 തസ്തികകളുടെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ്. സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അവസാന തീയതി എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏപ്രിൽ മാസം 28-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. സോ ഇവിടെ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിൽ ടോട്ടൽ 36 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കൂടാതെ ഹിന്ദു മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രമേ വന്നിട്ടുള്ള ഈ ഒരു 38 തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ KDRB.Kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈൻ മുഖേന ഒറ്റ തവണ രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ മുഖേനയും വന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 001/2025 ആണ്. തസ്തികയുടെ പേര് ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണ്. ദേവസ്വം ബോർഡിന്റെ പേര് വന്നിട്ടുള്ളത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് 26,500 മുതൽ 60,700 വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത്. കൂടാതെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് +2 ആണ്. കമ്പ്യൂട്ടറിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആകെ 36 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജ് ലിമിറ്റ് ആണ്. സോ ഇവിടെ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് 2007-നും 1989-നും ഇടയിൽ ജനിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ പട്ടികജാതി പട്ടികവർഗക്കാർക്കും കൂടാതെ പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന വയസ്സ് ഇളവ് ലഭിക്കുന്നതാണ്. അടുത്തായിട്ട് പരീക്ഷ ഫീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ 500 രൂപയാണ് പരീക്ഷ ഫീസായിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ SC കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് 250 രൂപയും ST കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് 250-ഉം OBC കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് 500 രൂപയുമാണ് വന്നിട്ടുള്ളത്. കൂടാതെ ജനറൽ EWS കാറ്റഗറിയിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 500 രൂപയാണ് പരീക്ഷ ഫീസായിട്ട് വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടത്. അടുത്ത തസ്തികയായിട്ട് വന്നിട്ടുള്ളത് ഹെൽപ്പർ തസ്തികയാണ്. സോ ഇവിടെ കാറ്റഗറി നമ്പർ 002/2025 ആണ്. ശമ്പള സ്കെയിലായിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക 23,000 to 50,200 ആണ് ശമ്പള സ്കെയിലായിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 7ാം ക്ലാസ് വിജയമാണ്. കൂടാതെ വയർമാൻ ട്രേഡിലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ KSEBിലോ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിലെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലോ ഏതെങ്കിലും ഇലക്ട്രിക്കൽ സപ്ലൈ സ്ഥാപനത്തിലോ NMR തൊഴിലാളിയായി 6 മാസത്തെ കുറയാത്ത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ മുകളിൽ സൂചിപ്പിച്ച
പരിചയ സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല. കൂടാതെ നിയമനത്തിന് ശേഷം 6 മാസത്തേക്ക് പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതുമാണ്. സോ അടുത്തായിട്ട് ഒഴിവുകളുടെ എണ്ണമാണ്. സോ ഇവിടെ നിലവിൽ 14 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കൂടാതെ പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. പരീക്ഷ ഫീസായിട്ട് SC ST കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 150 രൂപയും OBC ജനറൽ EWS കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് 300 രൂപയുമാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സാനിറ്റേഷൻ വർക്കർ അല്ലെങ്കിൽ സാനിറ്റേഷൻ വർക്കർ ആയുർവേദയാണ്. സോ ഇവിടെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 003/2025 ആണ്. സോ ഇവിടെ ശമ്പള സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് 23,000 മുതൽ 50,200 വരെയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 7ാം ക്ലാസ് വിജയമാണ്. കൂടാതെ ഒഴിവുകളുടെ എണ്ണം വന്നിട്ടുള്ളത് 116 ഒഴിവുകളാണ് ഈ പറയുന്ന സാനിറ്റേഷൻ വർക്കർ അല്ലെങ്കിൽ സാനിറ്റേഷൻ വർക്കർ ആയുർവേദയിൽ വന്നിട്ടുള്ളത്. കൂടാതെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 ആണ്. പരീക്ഷാ ഫീസായിട്ട് 300 രൂപയാണ് വന്നിട്ടുള്ളത്. അതായത് SC ST കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് 150ഉം OBC ജനറൽ കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് 300 രൂപയുമാണ് വന്നിട്ടുള്ളത്. ഓൺലൈൻ മുഖേന വേണം എല്ലാ പോസ്റ്റുകളും ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാർഡനർ തസ്തികയാണ്. സോ ഇവിടെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 004/2025 ആണ്. കൂടാതെ സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് 23,000 മുതൽ 50,200 വരെയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 7ാം ക്ലാസ് വിജയമാണ്. കൂടാതെ ജോലി പരിചയമായിട്ട് പൂന്തോട്ട പരിപാലനത്തിൽ അല്ലെങ്കിൽ ഗാർഡനിങ്ങിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ ആകെ ഒഴിവുകൾ വന്നിട്ടുള്ളത് 1 ഒഴിവുകളാണ് ഈ പറയുന്ന ഗാർഡനർ പോസ്റ്റുകളിലേക്ക് വന്നിട്ടുള്ളത്. സോ ഇവിടെ പ്രായപരിധി നേരത്തെ സൂചിപ്പിച്ച പോലെ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. കൂടാതെ പരീക്ഷാ ഫീസായിട്ട് ഉദ്യോഗാർത്ഥികൾ 300 രൂപയാണ് അടയ്ക്കേണ്ടത്. കൂടാതെ SC ST കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 150 രൂപയും OBC ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 300 രൂപയുമാണ് അടയ്ക്കേണ്ടത്. അടുത്ത തസ്തികയായിട്ട് വന്നിട്ടുള്ളത് കൗബോയ് ആണ്. സോ ഇവിടെ കാറ്റഗറി നമ്പർ 5/2025 ആണ്. കൂടാതെ ശമ്പള സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് 23,000 മുതൽ 50,200 ആണ് ഇവിടെ ശമ്പള സ്കെയിലായിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് വിജയമാണ്. കൂടാതെ ജോലി പരിചയമായിട്ട് ദേവസ്വത്തിൽ കൗബോയ് ആയി 2 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയമാണ് ഈ പറയുന്ന ജോലി പരിചയമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. കൂടാതെ ഒഴിവുകളുടെ എണ്ണം വന്നിട്ടുള്ളത് 30 ഒഴിവുകളാണ് ടോട്ടൽ ഈ പറയുന്ന കൗബോയ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. കൂടാതെ പ്രായപരിധിയായിട്ട് 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പരീക്ഷ ഫീസായിട്ട് 300 രൂപയാണ്. SC ST കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 150 രൂപയും OBC ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 300 രൂപയുമാണ് പരീക്ഷ ഫീസായിട്ട് അടക്കേണ്ട തുക. അടുത്ത തസ്തികയായിട്ട് വന്നിട്ടുള്ളത് ലിഫ്റ്റ് ബോയ് ആണ്. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 006/2025 ആണ്. ശമ്പള സ്കെയിൽ 23,000 മുതൽ 50,200 വരെയാണ്. യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് 7ാം ക്ലാസ് വിജയമാണ്. ടോട്ടൽ ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് 9 ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. കൂടാതെ പ്രായപരിധിയായിട്ട് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ പരീക്ഷ ഫീസ് 300 രൂപയും ഈ പറയുന്ന SC ST കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് 150ഉം OBC ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 300 രൂപയുമാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റൂം ബോയ് തസ്തികയാണ്. സോ ഇവിടെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 007/2025 ആണ്. ശമ്പള സ്കെയിൽ 23,000 മുതൽ 50,200 വരെയാണ് ശമ്പള സ്കെയിലായിട്ട് റൂം ബോയ് തസ്തികയിൽ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക. കൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് വിജയമാണ്. കൂടാതെ ഒഴിവുകളുടെ എണ്ണം വന്നിട്ടുള്ളത് 118 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേക നോട്ട് ചെയ്യുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് കൂടാതെ മറ്റ് പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വയസ്സ് ഇളവ് ലഭിക്കുന്നതാണ്. കൂടാതെ പരീക്ഷ ഫീസ് 300 രൂപയാണ് വന്നിട്ടുള്ളത്. SC ST കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് 150ഉം OBC കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് 300 രൂപയും ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 300 രൂപയുമാണ് പരീക്ഷ ഫീസായിട്ട് ഉദ്യോഗാർത്ഥികൾ അടക്കേണ്ടത്. സോ റൂം ബോയ് തസ്തികയിൽ ടോട്ടൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് 118 ഒഴിവുകളാണ്. അടുത്ത തസ്തികയായിട്ട് വന്നിട്ടുള്ളത് പ്ലംബർ പോസ്റ്റ് ആണ്. സോ ഇവിടെ കാറ്റഗറി നമ്പർ 008/2025 ആണ്. സാലറി സ്കെയിൽ 25,100 മുതൽ 57,900 വരെയാണ് ഈ പറയുന്ന പ്ലംബർ തസ്തികയിലെ ഉദ്യോഗാർത്ഥികൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക. കൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യമാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ ITI ITC പ്ലംബർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആകെ ഒഴിവുകളുടെ എണ്ണം വന്നിട്ടുള്ളത് 6 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കൂടാതെ പ്രായപരിധി 18 to 36 ആണ് ഇവിടെ പ്രായപരിധിയായിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ പരീക്ഷ ഫീസ് 300 രൂപയാണ്. SC ST കാറ്റഗറിക്ക് 150 രൂപയും OBC ജനറൽ കാറ്റഗറിക്ക് 300 രൂപയുമാണ്
രൂപയാണ് പരീക്ഷ ഫീസായിട്ട് വന്നിട്ടുള്ളത്. സോ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക, പ്ലംബർ പോസ്റ്റിൽ ആകെ ഒഴിവുകളുടെ എണ്ണം വന്നിട്ടുള്ളത് 6 ഒഴിവുകളാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ആണ്. സോ ഇവിടെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 009/2025 ആണ്. സോ ഇവിടെ സാലറി സ്കെയിൽ 27,900 മുതൽ 63,700 വരെയാണ് സാലറി ലഭിക്കുക. കൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് SSLC വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ഈ പറയുന്ന ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. കൂടാതെ സ്റ്റോക്ക്മാൻ പരിശീലന കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഇവിടെ ജോലി പരിചയമായിട്ട് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായി 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ടോട്ടൽ ഒഴിവുകളുടെ എണ്ണം വന്നിട്ടുള്ളത് 2 ഒഴിവുകളാണ്. ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് 25 to 40 വയസ്സ് ആണ് ഇവിടെ ഏജ് ലിമിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പരീക്ഷാ ഫീസ് 300 രൂപയാണ്. SC ST കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് 150, OBC ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 300 രൂപയുമാണ് പരീക്ഷ ഫീസായിട്ട് അടക്കേണ്ടത്. സോ ഇവിടെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ആകെ ഒഴിവുകൾ 2 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അടുത്ത തസ്തികയായിട്ട് വന്നിട്ടുള്ളത് വെറ്റിനറി സർജൻ ആണ്. സോ ഇവിടെ കാറ്റഗറി നമ്പർ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, 010/2025 ആണ്. സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് 55,200 മുതൽ 1,15,300 രൂപ വരെയാണ് വെറ്റിനറി സർജൻ തസ്തികയിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സാലറി സ്കെയിലായിട്ട് ലഭിക്കുക. കൂടാതെ ഇവിടെ യോഗ്യതയായിട്ട് വേണ്ടത് വെറ്റിനറി സയൻസിലുള്ള ബിരുദമാണ്. കൂടാതെ ജോലി പരിചയമായിട്ട് വെറ്റിനറി സർജനായിട്ട് 3 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ഇവിടെ ഒഴിവുകളുടെ എണ്ണം 3 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. പ്രായ പരിധി വന്നിട്ടുള്ളത് 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, പരീക്ഷ ഫീസായിട്ട് 1000 രൂപയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികൾ അടക്കേണ്ടതായിട്ടുള്ളത്. കൂടാതെ SC ST കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് 500 രൂപയും OBC ജനറൽ EWS കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് 1000 രൂപയുമാണ് പരീക്ഷ ഫീസായിട്ട് അടക്കേണ്ടത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന തസ്തിക LD ടൈപ്പിസ്റ്റ് ആണ്. സോ ഇവിടെ കാറ്റഗറി നമ്പർ 011/2025 ആണ്. സാലറി സ്കെയിലായിട്ട് 26,500 മുതൽ 60,700 വരെയാണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യമാണ്. കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ഗ്രേഡ് KGTE അല്ലെങ്കിൽ MGTE ആണ് ഇവിടെ അഡീഷണൽ ടൈപ്പ് റൈറ്റിംഗിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. കൂടാതെ ടൈപ്പ് റൈറ്റിംഗിൽ ഇംഗ്ലീഷ് ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒഴിവുകളുടെ എണ്ണം വന്നിട്ടുള്ളത് 2 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കൂടാതെ പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധിയായിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ പരീക്ഷ ഫീസായിട്ട് 500 രൂപയാണ്. അതായത് SC ST കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് 250 രൂപയും OBC കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് 500 രൂപയും കൂടാതെ ജനറൽ കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് 500 രൂപയുമാണ് പരീക്ഷ ഫീസായിട്ട് വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, LD ടൈപ്പിസ്റ്റ് പോസ്റ്റിന് ആകെ ഒഴിവുകൾ 2 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് വന്നിട്ടുള്ള തസ്തികയാണ് അസിസ്റ്റന്റ് ലൈൻമാൻ. സോ ഇവിടെ കാറ്റഗറി നമ്പർ 012/2025 ആണ്. ശമ്പള സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് 26,500 മുതൽ 60,700 വരെയാണ് സാലറി സ്കെയിലായിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. കൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ THSLC ആണ് ഇവിടെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ വയർമാൻ ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടോട്ടൽ ഒഴിവുകളായിട്ട് വന്നിട്ടുള്ളത് 16 ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. കൂടാതെ ഏജ് ലിമിറ്റ് ആയിട്ട് 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, പരീക്ഷാ ഫീസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ഇവിടെ 400 രൂപയാണ് പരീക്ഷ ഫീസായിട്ട് അടക്കേണ്ടത്. കൂടാതെ SC ST കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് 200 രൂപയും OBC ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 400 രൂപയുമാണ് അടക്കേണ്ടത്. സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, അസിസ്റ്റന്റ് ലൈൻമാൻ ടോട്ടൽ പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 16 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അടുത്ത തസ്തികയായിട്ട് വന്നിട്ടുള്ളത് കീഴേടം ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാരാണ്. സോ ഇവിടെ കാറ്റഗറി നമ്പർ 013/2025 ആണ്. സാലറി സ്കെയിലായിട്ട് 25,100 രൂപ മുതൽ 57,900 വരെയാണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യമാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് തന്ത്ര വിദ്യാപീഠത്തിൽ നിന്നോ ഏതെങ്കിലും തന്ത്ര വിദ്യാലയത്തിൽ നിന്നോ ലഭിച്ച യോഗ്യത സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ജോലി പരിചയമായിട്ട് ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ശാന്തി തസ്തികയിൽ
3 വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഒഴിവുകളുടെ എണ്ണം വന്നിട്ടുള്ളത് 12 ഒഴിവുകളാണ്. പ്രായപരിധിയായിട്ട് 20 to 40, 20 to 45 വയസ്സാണ് പ്രായപരിധിയായിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ പരീക്ഷ ഫീസ് 300 രൂപയാണ്. SSC ST കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 150 രൂപ മാത്രമാണ് അടക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് വന്നിട്ടുള്ളത് ലാബ് ക്ലീനർ തസ്തികയാണ്. സോ ഇവിടെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 040/2025 ആണ്. സോ ഇവിടെ സാലറി സ്കെയിൽ 23,000 മുതൽ 50,200 വരെയാണ്. യോഗ്യതകളായിട്ട് വന്നിട്ടുള്ളത് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് 7ാം ക്ലാസ് വിജയമാണ്. സോ ഇവിടെ ഒഴിവുകളുടെ എണ്ണം 8 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കൂടാതെ പ്രായ പരിധി വന്നിട്ടുള്ളത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പരീക്ഷ ഫീസായിട്ട് 300 രൂപയാണ്. SSC ST കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 150 രൂപയാണ് പരീക്ഷ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അടുത്തായിട്ട് വന്നിട്ടുള്ള തസ്തികയാണ് കലാനിലയം സൂപ്രണ്ട്. സോ ഇവിടെ കാറ്റഗറി നമ്പർ 050/2025 ആണ്. സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് 50,200 മുതൽ 1,05,300 വരെയാണ് സാലറി സ്കെയിലായിട്ട് കലാനിലയം സൂപ്രണ്ട് പോസ്റ്റുകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക. കൂടാതെ ഇവിടെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയിട്ടുള്ള ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ സ്കിൽസ് എസെൻഷ്യൽസ് ആയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് കൃഷ്ണനാട്ടത്തെയും അനുബന്ധ കലകളെയും കുറിച്ചുള്ള സമഗ്രമായ അറിവ് ഉണ്ടായിരിക്കണം. കൂടാതെ ശ്രീമദ് ഭാഗവതം, നാരായണീയം തുടങ്ങിയ ഹിന്ദു ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള അറിവും ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ഇവിടെ ആകെ ഒഴിവുകളുടെ എണ്ണം വന്നിട്ടുള്ളത് 1 ഒഴിവുകളാണ് ആകെ വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് 25 to 36 ആണ്. സോ 25 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, അപേക്ഷ ഫീസ് ആയിട്ട് 1000 രൂപയാണ് വന്നിട്ടുള്ളത്. അതായത് SSC ST കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 500 രൂപയും OBC ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 1000 രൂപയുമാണ് അപേക്ഷ ഫീസായിട്ട് അടക്കേണ്ടത്. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, തസ്തികയുടെ പേര് കലാനിലയം സൂപ്രണ്ടാണ്. ആകെ വന്നിട്ടുള്ള ഒഴിവ് 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്ത തസ്തികയുടെ പേരാണ് കൃഷ്ണനാട്ടം കോസ്റ്റ്യൂം മേക്കർ ആശ. സോ ഇവിടെ കാറ്റഗറി നമ്പർ 016/2025 ആണ്. സോ ഇവിടെ സാലറി സ്കെയിൽ 50,200 മുതൽ 1,05,300 വരെയാണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 7ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ കേരള കലാമണ്ഡലം അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് കൂടാതെ സമാന സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള കോപ്പ്, ചമയങ്ങൾ, ചുട്ടി എന്നിവ നിർമ്മിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മോഡലിംഗിലും മാസ്ക് നിർമ്മാണത്തിലും ഉള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ അഭികാമ്യമായിട്ട് കഥകളി, കൂടിയാട്ടം, തെയ്യം തുടങ്ങിയവർക്ക് കോപ്പുകളും ചമയങ്ങളും നിർമ്മിക്കുന്നതിൽ ഉള്ള പ്രവൃത്തി പരിചയം നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണനയുണ്ട്. പ്രായ പരിധി എന്ന് പറയുന്നത് 20 to 36 ആണ്. കൂടാതെ ആകെ ഒഴിവ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരൊറ്റ ഒഴിവാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. കൂടാതെ പരീക്ഷ ഫീസായിട്ട് 500 രൂപയാണ്. SSC ST കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 250 രൂപയും OBC ജനറൽ EWS കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 500 രൂപയുമാണ് പരീക്ഷ ഫീസായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത തസ്തികയുടെ പേരാണ് കൃഷ്ണനാട്ടം സ്റ്റേജ് അസിസ്റ്റന്റ്. സോ ഈ ഒരു പോസ്റ്റിന്റെ കാറ്റഗറി ആയിട്ട് വന്നിട്ടുള്ളത് 017/2025 ആണ്. സാലറി സ്കെയിൽ 24,400 to 55,200 ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. കൂടാതെ യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് മലയാളം എഴുതാനും വായിക്കാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ സ്കിൽസ് എസെൻഷ്യൽസ് ആയിട്ട് സ്റ്റേജ് അസിസ്റ്റന്റിന്റെ ജോലിയെ കുറിച്ചുള്ള സമഗ്രമായ അറിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കൂടാതെ നല്ല ശാരീരിക ക്ഷമതയും ഉണ്ടായിരിക്കണം. സോ ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ആകെ ഒഴിവുകളുടെ എണ്ണം 4 ഒഴിവുകളാണ്. പ്രായപരിധി 20 to 36 ആണ്. സോ പരീക്ഷ ഫീസ് എന്ന് പറയുന്നത് 300 രൂപയാണ്. SSC ST കാറ്റഗറിക്ക് 150ഉം OBC ജനറൽ കാറ്റഗറിക്ക് 300 രൂപയുമാണ് പരീക്ഷ ഫീസായിട്ട് ഉദ്യോഗാർത്ഥികൾ അടക്കേണ്ടത്. സോ പ്രത്യേകം നോട്ട് ചെയ്യുക, കൃഷ്ണനാട്ടം സ്റ്റേജ് അസിസ്റ്റന്റ് തസ്തികയിൽ ആകെ വന്നിട്ടുള്ള ഒഴിവ് 4 ഒഴിവുകളാണ്. അടുത്ത തസ്തികയായിട്ട് വന്നിട്ടുള്ളത് കൃഷ്ണനാട്ടം ഗ്രീൻ റൂം സെർവന്റ് ആണ്. സോ ഈ ഒരു തസ്തികയുടെ കാറ്റഗറി നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് 018/2025 ആണ്. സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് 24,400 മുതൽ 55,200 വരെയാണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് മലയാളം എഴുതാനും വായിക്കാനുമുള്ള അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. കൂടാതെ സ്കിൽസ് ആൻഡ് എസെൻഷ്യൽസ് ആയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് ഗ്രീൻ റൂം സെർവന്റിന്റെ ജോലിയെ കുറിച്ചുള്ള സമഗ്രമായ അറിവ് ഉണ്ടായിരിക്കണം. സോ ആകെ ഒഴിവുകളുടെ എണ്ണം 1 ഒഴിവാണ് ഉള്ളത്. കൂടാതെ പ്രായപരിധി വന്നിട്ടുള്ളത് 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പരീക്ഷ ഫീസായിട്ട് 300 രൂപയാണ്. SSC ST കാറ്റഗറിക്ക് 150 രൂപയും OBC ജനറൽ EWS കാറ്റഗറിക്ക് വന്നിട്ടുള്ളത് 300 രൂപയുമാണ് അപേക്ഷ ഫീസായിട്ട് ഉദ്യോഗാർത്ഥികൾ അടക്കേണ്ടത്. സോ പ്രത്യേകം നോട്ട് ചെയ്യുക, തസ്തികയുടെ പേര് കൃഷ്ണനാട്ടം ഗ്രീൻ റൂം സെർവന്റ് ആണ്. ആകെ 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്ത
തസ്തികയായിട്ട് വന്നിട്ടുള്ളത് താളം പ്ലെയർ ക്ഷേത്രമാണ്. സോ ഇവിടെ കാറ്റഗറി നമ്പർ 19/2025 ആണ്. സാലറി സ്കെയിൽ 26,500 മുതൽ 60,700 വരെയാണ്. കൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് മലയാളം എഴുതാനും വായിക്കാനുമുള്ള അറിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കൂടാതെ ജോലി പരിചയമായിട്ട് ഈ മേഖലയിൽ അതായത് താളം പ്ലെയറിൽ 5 വർഷത്തെ പരിചയമാണ് വേണ്ടത്. സോ ഇതൊരു ടെസ്റ്റ് വഴിയായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതും ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. കൂടാതെ ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. കൂടാതെ പ്രായപരിധി 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പരീക്ഷ ഫീസായിട്ട് 300 രൂപയാണ് വന്നിട്ടുള്ളത്. SC STക്ക് 150 രൂപയും OBC ജനറൽ കാറ്റഗറിക്ക് 300 രൂപയുമാണ് പരീക്ഷ ഫീസായിട്ട് അടക്കേണ്ടത്. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. താളം പ്ലെയർ ആകെ ഒഴിവ് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്ത തസ്തികയായിട്ട് വന്നിട്ടുള്ളത് ടീച്ചർ മദ്ദളം വാദ്യ വിദ്യാലയമാണ്. സോ ഇവിടെ കാറ്റഗറി നമ്പർ 20/2025 ആണ്. സാലറി സ്കെയിൽ 31,100 രൂപ മുതൽ 66,800 രൂപയാണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ്. സോ ഇവിടെ ബന്ധപ്പെട്ട കലയിൽ അതായത് മദ്ദളം അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും നിർദ്ദിഷ്ട പഠനം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഈ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പുറമെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത്. കൂടാതെ ജോലി പരിചയമായിട്ട് ബന്ധപ്പെട്ട കലയിൽ അതായത് മദ്ദളം കലയിൽ ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ആകെ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. പ്രായപരിധി 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധിയായിട്ട് വന്നിട്ടുള്ളത്. സോ പരീക്ഷ ഫീസ് 300 രൂപയാണ്. SC ST കാറ്റഗറിക്ക് 150 രൂപയും OBC ജനറൽ കാറ്റഗറിക്ക് ഈ പറയുന്ന 300 രൂപയുമാണ് പരീക്ഷ ഫീസായിട്ട് അടക്കേണ്ടത്. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. തസ്തികയുടെ പേര് ടീച്ചർ മദ്ദളം വാദ്യവിദ്യാലയമാണ്. ആകെ ഒഴിവായിട്ട് വന്നിട്ടുള്ളത് ഒരു പോസ്റ്റാണ്. അടുത്തായിട്ട് വന്നിട്ടുള്ള തസ്തികയുടെ പേരാണ് ടീച്ചർ തിമില വാദ്യവിദ്യാലയം. സോ ഇവിടെ കാറ്റഗറി നമ്പർ 021/2025 ആണ്. സാലറി സ്കെയിൽ 31,100 to 66,800 റുപ്പീസ് ആണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 7ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമാണ്. കൂടാതെ ബന്ധപ്പെട്ട കലയിൽ അതായത് തിമില എന്ന കലയിൽ ഉദ്യോഗാർത്ഥികൾക്ക് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് നിർദ്ദിഷ്ട പഠനം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പുറമെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത്. കൂടാതെ ജോലി പരിചയമായിട്ട് ബന്ധപ്പെട്ട കലയിൽ അതായത് തിമില എന്ന കലയിൽ 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ഈ ഒരു പോസ്റ്റുകളിൽ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. സോ പ്രായപരിധി 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പരീക്ഷ ഫീസായിട്ട് 300 രൂപയാണ് വന്നിട്ടുള്ളത്. SC ST കാറ്റഗറിക്ക് 150 ജനറൽ OBC കാറ്റഗറിക്ക് 300 രൂപയുമാണ് എക്സാം ഫീ ആയിട്ട് ഉദ്യോഗാർത്ഥികൾ അടക്കേണ്ടത്. സോ പ്രത്യേകം നോട്ട് ചെയ്യുക. തസ്തികയുടെ പേര് ടീച്ചർ തിമില വാദ്യ വിദ്യാലയമാണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് ഒരു വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അടുത്ത തസ്തികയുടെ പേരാണ് വർക്ക് സൂപ്രണ്ട്. സോ ഇവിടെ കാറ്റഗറി നമ്പർ 022/2025 ആണ്. ശമ്പള സ്കെയിലായിട്ട് 26,500 മുതൽ 60,700 വരെയാണ് ഈ പറയുന്ന വർക്ക് സൂപ്രണ്ട് പോസ്റ്റുകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ യോഗ്യതകൾ എന്ന് പറയുന്നത് കേരള സർക്കാർ അംഗീകരിച്ച സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ ടോട്ടൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് 10 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കൂടാതെ പ്രായപരിധി 20 to 36 ആണ്. പരീക്ഷ ഫീസായിട്ട് വന്നിട്ടുള്ളത് 500 രൂപയാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. SC ST കാറ്റഗറിക്ക് 250 രൂപയും OBC ജനറൽ EWS കാറ്റഗറിക്ക് 500 രൂപയുമാണ് പരീക്ഷ ഫീസായിട്ട് അടക്കേണ്ടത്. സോ പ്രത്യേകം നോട്ട് ചെയ്യുക. തസ്തികയുടെ പേര് വർക്ക് സൂപ്രണ്ടാണ്. ആകെ ഒഴിവ് 10 ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് വന്നിട്ടുള്ള തസ്തികയുടെ പേരാണ് ആന ചമയ സഹായി. സോ ഇവിടെ കാറ്റഗറി നമ്പർ 23/2025 ആണ്. സോ ഇവിടെ സാലറി സ്കെയിൽ 24,400 മുതൽ 55,200 വരെയാണ് സാലറി സ്കെയിലായിട്ട് ആന ചമയ സഹായി ആയിട്ടുള്ള തസ്തികയ്ക്ക് വന്നിട്ടുള്ള സാലറി. സോ ഇവിടെ യോഗ്യതകളായിട്ട് വേണ്ടത് +2 അല്ലെങ്കിൽ തത്തുല്യമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വേണ്ടത്. കൂടാതെ ജോലി പരിചയമായിട്ട് ക്ഷേത്രങ്ങളിലെ ആനച്ചമയം, കോലം എന്നിവയുടെ പരിപാലനം, റിപ്പയർ പ്രവൃത്തികളിൽ 10 വർഷത്തെ പരിചയമാണ് ഈ പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ട് വേണ്ടത്. കൂടാതെ സ്കിൽസ് ആൻഡ് എസൻഷ്യൽസ് ആയിട്ട് ക്ഷേത്ര ചടങ്ങുകളെ കുറിച്ചുള്ള അറിവും പൂർണ്ണ ആരോഗ്യവാനും ആയിരിക്കണം. സോ ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ആകെ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. പ്രായപരിധി 18 to 36 ആണ് പ്രായപരിധിയായിട്ട് വന്നിട്ടുള്ളത്. പരീക്ഷ ഫീസ് 300 രൂപയാണ്. SC ST കാറ്റഗറിക്ക് 150 രൂപയും OBC ജനറൽ കാറ്റഗറിക്ക് 300 രൂപയുമാണ് അടക്കേണ്ടത്. സോ ഇവിടെ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക. തസ്തികയുടെ പേര് ആനച്ചമയ സഹായിയാണ്. ആകെ ഒഴിവ് എന്ന് പറയുന്നത് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് വന്നിട്ടുള്ള തസ്തികയാണ് അസിസ്റ്റന്റ് ലൈബ്രറിയൻ ഗ്രേഡ് 1. സോ ഇവിടെ കാറ്റഗറി നമ്പർ 24
2025 ആണ്. സാലറി സ്കെയിൽ 31,100 to 66,800 ആണ് സാലറി സ്കെയിൽ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും സംസ്കൃതത്തിൽ നേടിയിട്ടുള്ള ബിരുദമാണ്. കൂടാതെ BLIB SC അല്ലെങ്കിൽ ലൈബ്രറിയൻഷിപ്പിൽ ഡിപ്ലോമയാണ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത്. കൂടാതെ ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് നിലവിൽ ആകെ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. കൂടാതെ പ്രായപരിധി 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ പരീക്ഷ ഫീസായിട്ട് 600 രൂപയാണ് വന്നിട്ടുള്ളത്. SSC ST കാറ്റഗറിക്ക് 300 രൂപയും OBC ജനറൽ കാറ്റഗറിക്ക് 600 രൂപയുമാണ് വന്നിട്ടുള്ളത്. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അസിസ്റ്റന്റ് ലൈബ്രറി ഗ്രേഡ് 1 തസ്തികയിൽ ആകെ വന്നിട്ടുള്ള ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് വന്നിട്ടുള്ള തസ്തികയുടെ പേരാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. സോ ഇവിടെ കാറ്റഗറി നമ്പർ 25/2025 ആണ്. സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് 26,500 to 60,700 ആണ് ഇവിടെ സാലറി സ്കെയിൽ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ്. കൂടാതെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വേണ്ടത്. കൂടാതെ DTP എന്നിവയൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കണം. സോ ഇവിടെ ജോലി പരിചയമായിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിവയൊക്കെ 3 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ടോട്ടൽ ഒഴിവുകളുടെ എണ്ണമായിട്ട് വന്നിട്ടുള്ളത് 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ പ്രായപരിധി 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ വയസ്സ് ഇളവ് ലഭിക്കുന്നതാണ് എല്ലാ പോസ്റ്റുകളിലും. സോ ഇവിടെ പരീക്ഷ ഫീസായിട്ട് 600 രൂപയാണ് വന്നിട്ടുള്ളത്. SSC STക്ക് 300 രൂപയും OBC ജനറൽ കാറ്റഗറിക്ക് 600 രൂപയുമാണ് പരീക്ഷ ഫീസായിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൽ ആകെ വന്നിട്ടുള്ള ഒഴിവ് 2 ഒഴിവുകളാണ്. അടുത്തായിട്ട് വന്നിട്ടുള്ള തസ്തികയാണ് കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റന്റ് എന്നുള്ളത്. സോ ഇവിടെ കാറ്റഗറി നമ്പർ 26/2025 ആണ്. സാലറി സ്കെയിൽ ആയിട്ട് 27,900 മുതൽ 63,700 ആണ് സാലറി സ്കെയിൽ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ്. കൂടാതെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലും ഒക്കെ ഉള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ DTPയിൽ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോലി പരിചയമായിട്ട് കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റന്റായി 3 വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയം ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ സ്കിൽസ് ആൻഡ് എസെൻഷ്യൽസ് ആയിട്ട് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലുള്ള പരിജ്ഞാനമാണ്. സോ ഇവിടെ ആകെ ഒഴിവുകളുടെ എണ്ണം ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. പ്രായപരിധി 20 to 36 ആണ്. സോ ഇവിടെ പരീക്ഷാ ഫീസ് 600 രൂപയാണ്. അതായത് SSC ST കാറ്റഗറിക്ക് 300 OBC ജനറൽ കാറ്റഗറിക്ക് 600 രൂപയുമാണ് പരീക്ഷാ ഫീസായിട്ട് അടക്കേണ്ടത്. സോ പ്രത്യേകം നോട്ട് ചെയ്യുക, തസ്തികയുടെ പേര് കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റന്റ് ആണ്. ആകെ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയാണ്. സോ ഇവിടെ കാറ്റഗറി നമ്പർ 27/2025 ആണ്. സാലറി സ്കെയിൽ 35,600 മുതൽ 75,400 രൂപ വരെയാണ് സാലറി സ്കെയിലായിട്ട് ലഭിക്കുക. കൂടാതെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് MCA അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ തത്തുല്യമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ ജോലി പരിചയമായിട്ട് ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായി 3 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയമാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. ഒഴിവുകളുടെ എണ്ണമായിട്ട് വന്നിട്ടുള്ളത് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. സോ പ്രായപരിധി 25 to 40 ആണ് പ്രായപരിധിയായിട്ട് വന്നിട്ടുള്ളത്. പരീക്ഷാ ഫീസ് 1000 രൂപയാണ്. സോ ഇവിടെ SSC ST കാറ്റഗറിക്ക് 500 രൂപയും OBC ജനറൽ കാറ്റഗറിക്ക് 1000 രൂപയുമാണ് പരീക്ഷാ ഫീസായിട്ട് അടക്കേണ്ടത്. സോ പ്രത്യേകം നോട്ട് ചെയ്യുക, തസ്തികയുടെ പേര് ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ EDP ആണ്. ആകെ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് വന്നിട്ടുള്ള തസ്തികയാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്. സോ കാറ്റഗറി നമ്പർ 28/2025 ആണ്. സാലറി സ്കെയിലായിട്ട് 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് സാലറി സ്കെയിലായിട്ട് ലഭിക്കുക. യോഗ്യതയായിട്ട് വേണ്ടത് SSLC അല്ലെങ്കിൽ തത്തുല്യമാണ്. കൂടാതെ 2 വർഷത്തിൽ കുറയാത്ത കാലയളവിലേക്കുള്ള ഓക്സിലറി നേഴ്സ് മിഡ് വൈഫറി പരിശീലനത്തിലെ നിർദ്ദിഷ്ട കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം. കൂടാതെ കേരള നേഴ്സസ് ആൻഡ് മിഡ്ഫൈഡ് കൗൺസിലിൽ ഓക്സിലറി നേഴ്സ് മിഡ് വൈഫൈ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ആകെ ഒഴിവുകൾ
വന്നിട്ടുള്ളത് ഒരൊറ്റ ഒഴിവാണ് വന്നിട്ടുള്ളത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പരീക്ഷ ഫീസായിട്ട് SC ST കാറ്റഗറിക്ക് 250 രൂപയും OBC ജനറൽ EWS കാറ്റഗറിക്ക് 500 രൂപയുമാണ് പരീക്ഷ ഫീസായിട്ട് വന്നിട്ടുള്ളത്. സോ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക, തസ്തികയുടെ പേര് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ആണ്. ആകെ ഒരൊറ്റ ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് വന്നിട്ടുള്ള തസ്തികയാണ് മെഡിക്കൽ ഓഫീസർ ആയുർവേദ. സോ ഇവിടെ കാറ്റഗറി നമ്പർ 29/2025 ആണ്. സാലറി സ്കെയിൽ 55,200 to 1,15,300 ആണ് ഈ ഒരു തസ്തികയിൽ, അതായത് മെഡിക്കൽ ഓഫീസർ ആയുർവേദ തസ്തികയിൽ ഉദ്യോഗാർത്ഥികൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക. കൂടാതെ യോഗ്യതയായിട്ട് വേണ്ടത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BAMS ക്വാളിഫിക്കേഷൻ ആണ് ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വേണ്ടത്. കൂടാതെ ആകെ ഒഴിവായിട്ട് വന്നിട്ടുള്ളത് 2 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കൂടാതെ പ്രായപരിധി 25 to 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പരീക്ഷ ഫീസായിട്ട് SC ST കാറ്റഗറിക്ക് 500 രൂപയും OBC ജനറൽ EWS കാറ്റഗറിക്ക് 1000 രൂപയുമാണ് പരീക്ഷ ഫീസായിട്ട് അടക്കേണ്ടത്. സോ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക, മെഡിക്കൽ ഓഫീസർ ആയുർവേദ തസ്തികയിൽ ആകെ വന്നിട്ടുള്ള ഒഴിവ് 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന തസ്തികയാണ് അതായത് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. സോ ഇവിടെ ഈ ഒരു ജോബ് കാറ്റഗറി ആയിട്ട് വന്നിട്ടുള്ളത് 30/2025 ആണ്. സോ ഇവിടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 23,000 to 50,200 ആണ് ഈ ഒരു തസ്തികയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക. കൂടാതെ യോഗ്യതകളായിട്ട് വേണ്ടത് ഉദ്യോഗാർത്ഥികൾക്ക് 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വേണ്ടത്. കൂടാതെ സ്കിൽസ് എസെൻഷ്യൽസ് ആയിട്ട് മികച്ച ശാരീരിക ക്ഷമത വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ആകെ ഒഴിവെന്ന് പറയുന്നത് 6 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, അപേക്ഷ ഫീസ് 300 രൂപ മാത്രമാണ് വന്നിട്ടുള്ളത്. അതായത് SC STക്ക് 150 രൂപയും OBC ജനറൽ EWS കാറ്റഗറിക്ക് 300 രൂപയുമാണ് അപേക്ഷ ഫീസായിട്ട് വന്നിട്ടുള്ളത്. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, തസ്തികയുടെ പേര് ആണ്. പറയുന്ന ഒഴിവുകളുടെ എണ്ണം 6 ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്ത തസ്തികയായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഫീസ് അറ്റൻഡർ ആണ്. സോ ഇവിടെ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് 31/2025 ആണ്. സാലറി സ്കെയിലായിട്ട് 23,000 മുതൽ 50,200 വരെയാണ് സാലറി സ്കെയിലായിട്ട് ലഭിക്കുക. സോ ഇവിടെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വേണ്ടത് 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ്. കൂടാതെ സ്കിൽസ് എസെൻഷ്യൽസ് ആയിട്ട് സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സോ ഇവിടെ ആകെ ഒഴിവ് 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. പ്രായപരിധി 18 to 36 ആണ് വന്നിട്ടുള്ളത്. കൂടാതെ പരീക്ഷ ഫീസ് SC STക്ക് 150 രൂപയും OBC EWS ജനറൽ കാറ്റഗറിക്ക് 300 രൂപയുമാണ് പരീക്ഷ ഫീസായിട്ട് വന്നിട്ടുള്ളത്. സോ പ്രത്യേകം നോട്ട് ചെയ്യുക, തസ്തികയുടെ പേര് ഓഫീസ് അറ്റൻഡന്റ് ആണ്. കൂടാതെ ഒഴിവുകളുടെ എണ്ണം 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് വന്നിട്ടുള്ള തസ്തികയാണ് സ്വീപ്പർ. അതായത് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഈ ഒരു തസ്തിക വന്നിട്ടുള്ളത്. കൂടാതെ കാറ്റഗറി നമ്പർ ആയിട്ട് 32/2025 ആണ്. സാലറി സ്കെയിൽ 23,000 മുതൽ 50,200 വരെയാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ്. ആകെ ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. കൂടാതെ പ്രായപരിധി 18 to 36 ആണ് ഇവിടെ പ്രായപരിധിയായിട്ട് വന്നിട്ടുള്ളത്. പരീക്ഷ ഫീസ് ആയിട്ട് ഇവിടെ 300 രൂപയാണ് വിദ്യാർത്ഥികൾ അടക്കേണ്ടത്. അതായത് SC STക്ക് 150 രൂപയും OBC ജനറൽ EWS കാറ്റഗറിക്ക് 300 രൂപയുമാണ് വിദ്യാർത്ഥികൾ പരീക്ഷ ഫീസായിട്ട് അടക്കേണ്ടത്. സോ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക, തസ്തികയുടെ പേര് സ്വീപ്പർ ആണ്. ആകെ ഒഴിവായിട്ട് വന്നിട്ടുള്ളത് 2 ഒഴിവുകളാണ്. അടുത്തായിട്ട് വന്നിട്ടുള്ള തസ്തികയാണ് ലാബ് അറ്റൻഡർ. സോ ഇവിടെ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ലാബ് അറ്റൻഡർ പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ കാറ്റഗറി നമ്പർ 33/2025 ആണ്. സാലറി സ്കെയിൽ 23,000 മുതൽ 50,200 വരെയാണ് സാലറി സ്കെയിലായിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. കൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് SSLC അല്ലെങ്കിൽ തത്തുല്യമാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത്. ആകെ ഒഴിവുകൾ ഒരൊറ്റ ഒഴിവാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് ഏജ് ലിമിറ്റ് ആണ്. സോ ഇവിടെ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പരീക്ഷാ ഫീസ് 400 രൂപയാണ് വന്നിട്ടുള്ളത്. SC STക്ക് 200 രൂപയും OBC ജനറൽ EWS കാറ്റഗറിക്ക് 400 രൂപയുമാണ് പരീക്ഷ ഫീസായിട്ട് അടക്കേണ്ടത്. സോ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക, തസ്തികയുടെ പേര് ലാബ് അറ്റൻഡർ ആണ്. ആകെ ഒഴിവായിട്ട് വന്നിട്ടുള്ളത് ഒരൊറ്റ ഒഴിവാണ് ഉള്ളത്. അടുത്തായിട്ട് വന്നിട്ടുള്ള തസ്തികയാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക്. സോ ഇവിടെ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഈ ഒരു തസ്തിക വന്നിട്ടുള്ളത്. സോ കാറ്റഗറി നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് 34/2025 ആണ്. സോ സാലറി സ്കെയിൽ 26,500 മുതൽ 60,700 വരെയാണ് സാലറി സ്കെയിൽ ആയിട്ട് വന്നിട്ടുള്ളത്. സോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യമാണ്. ആകെ ഒരൊറ്റ ഒഴിവാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് പ്രായപരിധിയാണ് 18 to 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പരീക്ഷ ഫീസായിട്ട് 500 രൂപയാണ് SC
SC/STക്ക് 250 രൂപയും OBC ജനറൽ കാറ്റഗറിക്ക് 500 രൂപയുമാണ് പരീക്ഷാ ഫീസായിട്ട് അടക്കേണ്ടത്. സോ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക, ലോവർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റിൽ ആകെ വന്നിട്ടുള്ള ഒഴിവ് ഒരൊറ്റ ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് വന്നിട്ടുള്ള തസ്തികയാണ് KG ടീച്ചർ, അതായത് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഈ ഒരു തസ്തിക വന്നിട്ടുള്ളത്. സോ കാറ്റഗറി നമ്പർ 35/2025 ആണ്. ശമ്പള സ്കെയിലായിട്ട് 35,600 മുതൽ 75,400 വരെയാണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് +2 അല്ലെങ്കിൽ തത്തുല്യമാണ്. കൂടാതെ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസ്സായിരിക്കണം. സോ ഇവിടെ ആകെ ഒഴിവുകളുടെ എണ്ണം വന്നിട്ടുള്ളത് 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. 20 വയസ്സ് മുതൽ 40 വയസ്സിനും ഇടയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പരീക്ഷ ഫീസ് ആയിട്ട് 500 രൂപയാണ് അടക്കേണ്ടത്. കൂടാതെ SC/ST കാറ്റഗറിക്ക് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 250 രൂപയും OBC ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 500 രൂപയുമാണ് പരീക്ഷ ഫീസായിട്ട് അടക്കേണ്ടത്. സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, തസ്തികയുടെ പേര് KG ടീച്ചറാണ്. ആകെ ഒഴിവുകൾ വന്നിട്ടുള്ളത് 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്ത തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ആണ്. കാറ്റഗറി നമ്പർ 36/2025 ആണ്. സാലറി സ്കെയിൽ 31,100 to 66,800 ആണ് സാലറി സ്കെയിലായിട്ട് ലഭിക്കുക. കൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യമാണ്. കൂടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ച മറ്റേതെങ്കിലും തത്തുല്യ യോഗ്യത അല്ലെങ്കിൽ മുംബൈയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ ഗവൺമെന്റിൽ നിന്നുള്ള സാനിറ്ററി ഇൻസ്പെക്ടർ പരിശീലന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം എന്നിവയാണ് ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. കൂടാതെ ആകെ ഒഴിവുകളുടെ എണ്ണം 3 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കൂടാതെ പ്രായപരിധി 18 to 36 ആണ്. പരീക്ഷ ഫീസ് 300 രൂപയാണ്. SC/STക്ക് 150 രൂപയും OBC ജനറൽ EWS കാറ്റഗറിക്ക് 300 രൂപയുമാണ് പരീക്ഷ ഫീസായിട്ട് വന്നിട്ടുള്ളത്. സോ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക, തസ്തികയുടെ പേര് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ആണ്. ആകെ 3 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന തസ്തികയാണ് ഡ്രൈവർ ഗ്രേഡ് 2. സോ ഇവിടെ കാറ്റഗറി നമ്പർ 37/2025 ആണ്. സാലറി സ്കെയിലായിട്ട് 25,100 to 57,900 ആണ് സാലറി സ്കെയിലായിട്ട് ലഭിക്കുക. കൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ് ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ സാധുവായ LMV ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ജോലി പരിചയമായിട്ട് 3 വർഷത്തിൽ കുറയാതെ ഡ്രൈവിംഗ് പരിചയം LMVയിൽ വിദ്യാർത്ഥികൾക്ക് ജോലി പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ഇവിടെ ഒഴിവുകളുടെ എണ്ണം 4 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ പ്രായപരിധി 18 to 36 ആണ് പ്രായപരിധിയായിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ പരീക്ഷ ഫീസ് 300 രൂപയാണ്. SC/ST കാറ്റഗറിക്ക് 150 രൂപയും OBC ജനറൽ EWS കാറ്റഗറിക്ക് 300 രൂപയുമാണ് വന്നിട്ടുള്ളത്. സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, തസ്തികയുടെ പേര് ഡ്രൈവർ ഗ്രേഡ് 2 ആണ്. ആകെ 4 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ വന്നിട്ടുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ അവസാനത്തെ തസ്തികയുടെ ഡീറ്റെയിൽ ആണ്. സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, തസ്തികയുടെ പേര് മദ്ദളം പ്ലെയർ ആണ്. സോ ഇവിടെ കാറ്റഗറി നമ്പർ 38/2025 ആണ്. സാലറി സ്കെയിലായിട്ട് 26,500 മുതൽ 60,700 ആണ് സാലറി സ്കെയിലായിട്ട് ലഭിക്കും. കൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് മലയാളം എഴുതാനും വായിക്കാനുമുള്ള കഴിവാണ്. സോ ജോലി പരിചയമായിട്ട് ബന്ധപ്പെട്ട കലയിൽ മദ്ദളത്തിൽ, അതായത് 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഇതൊരു ടെസ്റ്റ് വഴിയായിരിക്കും വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ ഒഴിവുകളുടെ എണ്ണം 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. സോ പ്രായപരിധി 20 to 36 ആണ് ഇവിടെ പ്രായപരിധിയായിട്ട് വന്നിട്ടുള്ളത്. പരീക്ഷ ഫീസ് എന്ന് പറയുന്നത് 300 രൂപയാണ്. SC/STക്ക് 150 രൂപയും OBC ജനറൽ EWS കാറ്റഗറിക്ക് 300 രൂപയുമാണ് വന്നിട്ടുള്ളത്. സോ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക, തസ്തികയുടെ പേര് മദ്ദളം പ്ലെയർ ആണ്. ഒഴിവുകളുടെ എണ്ണം 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കീഴിൽ വന്നിട്ടുള്ള ഈ ഒരു 38 തസ്തികകളുടെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. സോ അതാത് കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി ലഭിക്കാവുന്നതാണ്. സോ ഇതുപോലുള്ള ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കീഴിൽ വന്നിട്ടുള്ള ഈ ഒരു 38 തസ്തികകളിലേക്കൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 28/4/2025 ആണ്. തന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. അതിനെ വിദ്യാർത്ഥികൾ www.kdrb.kerala.gov
gov.in എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. സോ ഞാൻ ഈ ഒരു വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് വിദ്യാർത്ഥികൾക്ക് എക്സാമിനേഷൻസ് എന്നുള്ള ഈ ഒരു മെനുവിൽ നിന്ന് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റഡ് ടു 38 പോസ്റ്റ് ഇൻ ഗുരുവായൂർ ദേവസ്വം എന്നുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് കാണാവുന്നതാണ്. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ വന്നിട്ടുള്ള ഈ ഒരു 38 പോസ്റ്റുകളുടെ ഡീറ്റെയിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു 38 ജോബ് പോസ്റ്റിന്റെ ഡീറ്റെയിൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. കൂടാതെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഈ ഒരു ഹോം പേജ് തന്നിട്ടുള്ള അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഈ ഒരു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. സോ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ഈ ഒരു പേജാണ് ലഭിക്കുക. സോ ഇവിടെ നിന്ന് വിദ്യാർത്ഥികളുടെ ഇമെയിലും പാസ്വേഡും ഉപയോഗിച്ച് ക്യാപ്ചയും എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്തതിനു ശേഷം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം വിദ്യാർത്ഥികളുടെ യൂസർ നെയിമും പാസ്വേഡും തന്നിട്ടുള്ള ക്യാപ്ചയും കൊടുത്ത് സൈൻ ഇൻ ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ. കൂടാതെ ഓൾറെഡി രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് തന്നിട്ടുള്ള ക്യാപ്ചയും എൻ്റർ ചെയ്ത് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ.